സമരത്തിന് നേതൃത്വം കൊടുക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമാരാധ്യരായ നേതാക്കന്മാർ ജലാലും ഉൾപ്പെടെയുള്ള ആദരണീയരായ നേതാക്കന്മാർ, സ്നേഹം നിറഞ്ഞ സമരസഖാക്കളെ, ജനാധിപത്യ വിശ്വാസികളെ, ഇത്തരത്തിലൊരു സമരം ഇവിടെ ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് എനിക്ക് മുമ്പേ സ്വാഗതം പറഞ്ഞുകൊണ്ട് ദ്രൗപദിയോട് സൂചിപ്പിക്കുകയുണ്ടായി. ഇതാദ്യമായി നടത്തുന്ന ഒരു സമരമല്ല, അവസാനമായി നടത്താൻ പോകുന്ന സമരവുമല്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് ഇപ്പോൾ ഇവിടെ ഉയർത്തിയിട്ടുള്ളത്. 844 കുടുംബങ്ങളാണ് ഈ നഗരസഭയ്ക്കകത്ത് ഭൂമിയില്ലാത്ത, വീടില്ലാത്ത പാവപ്പെട്ടവർ വീടിന് വേണ്ടി അപേക്ഷ കാത്തിരുന്നു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് 2016 അധികാരത്തിൽ വന്നതിന് ശേഷം 2 ഗവൺമെന്റ് കാലാവധി ഇപ്പോൾ 9 വർഷക്കാലം പൂർത്തീകരിച്ചപ്പോൾ കേരളത്തിൽ 4,75,000 ആളുകൾക്ക് വീട് നിർമ്മിച്ച് താക്കോൽ കൊടുത്ത ഒരു കേരളത്തിനകത്താണ് ഏറ്റവും കൂടുതൽ വരുമാനം ഭരിക്കുമ്പോൾ കിടന്നിരുന്നതാണ് കൊച്ചി കോർപ്പറേഷൻ. നമ്മളിവിടെ ബ്രഹ്മപുരം പത്തന കണ്ടപ്പോൾ നമ്മൾ നാട് ആകമാനം പ്രയാസപ്പെട്ടതാണ്. പക്ഷേ ചിട്ടയായി നടത്തിയ പ്രവർത്തനം, ജനങ്ങളോട് നൽകിയ വാക്കുകൾക്ക് ശിരസ്സുയർത്തി നിൽക്കാമായിരുന്നു. പക്ഷേ നിങ്ങളെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ സങ്കുചിതമായ രാഷ്ട്രീയവാദം, സങ്കുചിതമായ രാഷ്ട്രീയ കാഴ്ചപ്പാട് നിങ്ങളെ അതിന് അനുവദിച്ചില്ല എന്നുള്ളതാണ് നിങ്ങളെ ഈ അവസ്ഥയിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടാണ്. എണ്ണമറ്റ പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കാണും. കയറിക്കിടക്കാൻ വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കിയതുപോലെ നിരവധിയാർന്ന പ്രവർത്തനങ്ങൾ നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. 62 ലക്ഷം പേരാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്. 62 ലക്ഷം പേർ, 1,600 രൂപ നമ്മുടെ കൈകളിലിട്ട് കുടുക്കി ഇപ്പോൾ ജീവിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതിനാവശ്യമായ കോമ്പൻസേഷൻ കൊടുക്കണം. ആ കോമ്പൻസേഷൻ ഉറപ്പാക്കി നടപ്പാക്കുന്നു. ഒരു എതിർപ്പില്ല. കണ്ടില്ലേ, ഈ കളമശ്ശേരിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വവും പ്രവർത്തകരും നേതൃത്വം കൊടുക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് നടത്തുന്ന അർത്ഥവത്തായ ഈ സമരത്തെ അഭിവാദ്യം ചെയ്ത് സമരം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് ഞാൻ വാക്കുകൾ